എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. ഇതിനു മുമ്പ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ലിങ്കുകളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും വിവിധ സബ്ജക്റ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്താണ് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ ഷോർട്ടായിട്ട് നമുക്ക് MBM എന്ന് പറയാവുന്നതാണ്. മോട്ടിവേഷൻ ഈസ് ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ് വിച്ച് മീൻസ് നീഡ്സ്, ഡിസയേഴ്സ്, വാണ്ട്സ് ഓർ ഡ്രൈവ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് മോട്ടീവ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ആ മോട്ടീവിൻ്റെ മീനിങ് എന്തൊക്കെയാണ്? നീഡ്സ്, ഡിസയേഴ്സ്, വാണ്ട്സ് ഓർ ഡ്രൈവ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനകത്തുള്ള ഒരു വ്യക്തിക്കുള്ള നീഡുകൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഡ്രൈവ്സ് ഒക്കെയാണ് മോട്ടീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് മോട്ടിവേഷൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻസ് ടു അക്കംപ്ലിഷ് ദ ഗോൾസ്. ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ വർക്ക് ഗോൾ കോണ്ടെക്സ്റ്റ്, ഈ വർക്ക് ഗോൾ കോണ്ടെക്സ്റ്റിൽ ദ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾസ് ബിഹേവിയർ ക്യാൻ ബി. പീപ്പിളിൻ്റെ ബിഹേവിയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം വരുന്നത് ഡിസയർ ഫോർ മണി, പണത്തിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം. ഡിസയർ നമ്മളൊരു മോട്ടീവാണെന്ന് പറഞ്ഞു. സക്സസ്, വിജയങ്ങൾ, റെക്കഗ്നീഷൻ, അംഗീകാരം, മറ്റുള്ളവരുടെ നിന്ന് അംഗീകാരം കിട്ടുമ്പം നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദെൻ ടീം വർക്ക് തുടങ്ങിയവയൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ജോലിയിലൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കൂടുതൽ മോട്ടിവേഷൻ കൊണ്ടുവരപ്പെടുന്നതാണ് പറയുന്നത്. Then motivation by management is the process through which managers encourage employees to be productive and effective. പ്രൊഡക്റ്റീവ് ആകുന്നതിന്, അതായത് നന്നായിട്ട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശേഷി ഉള്ള ഒരാളാവുക. പ്രൊഡക്റ്റീവ് ആവുന്നതിന്, അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആവുന്നതിന് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ ബൈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാനേജേഴ്സ് ജോബ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഡു ദെയർ ജോബ് വെൽ. മാനേജറുടെ ജോലിയാണ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഡു ദെയർ ജോബ് വെൽ. എംപ്ലോയീസിന് അവരുടെ ജോബ് ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ ജോബാണ്. മോട്ടിവേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി മോട്ടിവേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നു. മോട്ടിവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജ്മെൻറ്റ്. മോട്ടിവേഷൻ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മോർ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആർ ദ മോർ എംപവേർഡ് ടീം ഈസ്. ഏറ്റവും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എംപ്ലോയീസ് ആയിരിക്കും ഏറ്റവും നല്ല എംപവേർഡ് ടീം, ശാക്തീകരിക്കപ്പെട്ട ടീം എന്ന് പറയുന്നത്. ദ മോർ ഈസ് ദ ടീം വർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, മോർ പ്രോഫിറ്റബിൾ ആൻഡ് സക്സസ്ഫുൾ ഈസ് ദ ബിസിനസ്. ടീം വർക്ക്, മോട്ടിവേഷനിലൂടെ നല്ല ടീം വർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനും കൂടും. അപ്പം മോർ ടീം വർക്ക് ഉണ്ടായി കഴിഞ്ഞാലും ഇൻഡിവിജ്വൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ഓരോ ഇൻഡിവിജ്വലിൻ്റെ അടുത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനും ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ മോർ പ്രോഫിറ്റബിൾ ആൻഡ് സക്സസ്ഫുൾ ഈസ് ദ ബിസിനസ്. ബിസിനസ് എന്തായിത്തീരും? കൂടുതൽ പ്രോഫിറ്റബിളും സക്സസ്ഫുള്ളും ആയിത്തീരും. ദെൻ ഡ്യൂറിങ് പീരിയഡ് ഓഫ് അമെൻമെൻറ്റ്സ് ദർ വിൽ ബി മോർ അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ഭേദഗതി വരുന്ന സമയത്ത്, ഓർഗനൈസേഷനിലെ റൂൾസോ മറ്റോ അവിടുത്തെ പ്രവർത്തന രീതി എന്തെങ്കിലുമൊക്കെ ഒരു അമെൻമെൻറ്റ്സ് വരുത്തുന്ന സമയത്ത് ദർ വിൽ ബി മോർ അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. എംപ്ലോയീസ് കുറച്ചും കൂടെ വളരെ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റബിലിറ്റി കാണിക്കും, കുറച്ചും കൂടെ പെട്ടെന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു സംവിധാനം അവർ പൊരുത്തപ്പെട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടൊക്കെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്, മോട്ടിവേറ്റഡ് ആണെങ്കിൽ. മോട്ടിവേഷൻ വിൽ ലീഡ് ടു ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലങ്ങളിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡ് എംപ്ലോയീസിൽ അത് കൊണ്ടുവരും മോട്ടിവേഷൻ. ഒപ്റ്റിമിസ്റ്റിക് മീൻസ് ഏറ്റവും ബെസ്റ്റ് ലെവലിലൊരു കാര്യം ചെയ്യുക എന്നുള്ളത്, അത് എത്ര റിസ്കി ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഏറ്റെടുക്കാനുള്ള ഒരു ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡൊക്കെ അത് എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യും.
അതുകൊണ്ടൊക്കെ മോട്ടിവേഷൻ വളരെ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞു വന്നത്. ദെൻ പ്രോസസ് റിക്വയർഡ് ഫോർ MBM. മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷന് വേണ്ട ചില പ്രോസസ്സുകൾ ഓർഗനൈസേഷനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രോസസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് എംപ്ലോയി പെർഫോമൻസ് ത്രൂ ഔട്ട് ആൻ ഇവാലുവേഷൻ പീരിയഡ്. എംപ്ലോയീൻ്റെ പെർഫോമൻസ് നടക്കുന്ന ആ ഒരു ഇവാലുവേഷൻ പീരീഡ് മുഴുക്കെ എംപ്ലോയീൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്തിരിക്കണം, ഒബ്സർവ് ചെയ്തിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു പീരിയഡ് എൻഡിൽ എംപ്ലോയീൻ്റെ പെർഫോമൻസ് ജസ്റ്റ് അനലൈസ് ചെയ്ത് റിവ്യൂ ചെയ്താൽ പോരാ എന്നാണ് പറയുന്നത്. ദ മാനേജ്മെൻറ്റ് ഷുഡ് നോട്ട് വെയിറ്റ് ടിൽ പെർഫോമൻസ് അപ്രൈസൽ ഈസ് കംപ്ലീറ്റഡ് ടു കണ്ടക്ട് റിവ്യൂ ഹൗ എംപ്ലോയീസ് ഡു ദെയർ ജോബ്സ്. എംപ്ലോയീസ് അവരുടെ ജോബ് എങ്ങനെ കണ്ടക്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പെർഫോമൻസ് അപ്രൈസൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന വരേക്ക് മാനേജ്മെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂൾ ഉണ്ടാകും, അത് ഉപയോഗിച്ചുകൊണ്ട് പെർഫോമൻസ് അനാലിസിസ് നടത്തി അതിൻ്റെ റിസൾട്ട് വരുന്നത് വരേക്ക് അവർ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കമ്പയർ എംപ്ലോയീസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ടു ദ ഡ്യൂട്ടീസ് ദാറ്റ് ദേ ആക്ച്വലി പെർഫോം. ഓരോ എംപ്ലോയിക്കും അവരുടെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ജോബ് ഡിസ്ക്രിപ്ഷനും എംപ്ലോയി ആക്ച്വലി പെർഫോം ചെയ്ത ഡ്യൂട്ടിയും തമ്മിൽ കമ്പയർ ചെയ്താൽ മതിയാവും. അല്ലാതെ ഇങ്ങനെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു പ്രോസസ്സും പ്രൊസീജിയറും കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യണ്ട. ഇൻ മെനി കേസസ് എംപ്ലോയീസ് പെർഫോം ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് ദാറ്റ് ആർ ഇൻറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ദെയർ ഫോർമൽ ജോബ് ഡിസ്ക്രിപ്ഷൻ. പലപ്പോഴും എംപ്ലോയീസ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന അതേപോലെയൊന്നും ആയിരിക്കില്ല അവരുടെ ഡ്യൂട്ടീസും ടാസ്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. അതിനേക്കാളും ഒരുപാട് താഴെയായിരിക്കും, ചിലപ്പം അതിലപ്പുറത്തേക്കും ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിന്ന് വരാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനുമായി കമ്പയർ ചെയ്തുകൊണ്ട് വിലയിരുത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഗീവ് എംപ്ലോയീസ് റെഗുലർ ഫീഡ്ബാക്ക്. Give employees regular feedback. Positive words are used to comment about employees for doing their jobs well. Employees അവരുടെ ജോബ് നന്നായിട്ട് ചെയ്യുമ്പം അവർക്ക് നല്ല പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞുകൊണ്ട് നല്ല കമൻറ്റ് അവർക്ക് കൊടുക്കുക, നല്ല കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് ഫ്രാങ്ക് ആൻഡ് പ്രൊഡക്റ്റീവ് ഫീഡ്ബാക്ക് ഫോർ പെർഫോമൻസ് ഇഷ്യൂസ്. പെർഫോമൻസ് ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക്, അതായത് അത് കറക്റ്റ് ചെയ്യാൻ സഹായകമാകുന്ന രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. അല്ലാതെ അവരെ വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ കുറ്റപ്പെടുത്തൽ മാത്രമായാൽ പോരാ, അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഫ്രാങ്ക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക. അഡ്രസ്സിങ് പെർഫോമൻസ് ഇഷ്യൂസ് അറ്റ് ദ ഏർലിയസ്റ്റ് ക്യാൻ ലീഡ് ടു ദ ഇൻസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. വളരെ നേരത്തെ തന്നെ പെർഫോമൻസ് ഇഷ്യൂസ് കണ്ടെത്തി കഴിഞ്ഞാൽ, അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അഡ്രസ്സിങ് പെർഫോമൻസ് ഇഷ്യൂസ് അറ്റ് ദ ഏർലിയസ്റ്റ്, വളരെ നേരത്തെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ലീഡ് ടു ഇൻസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. വളരെ പെട്ടെന്ന് നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും, ആ പ്രശ്നം കറക്റ്റ് ചെയ്ത് മെച്ചപ്പെടുത്താൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഡെഫിഷ്യൻസീസ് ഗ്രോ ടു ദ പോയിന്റ് ദാറ്റ് ദേ റിക്വയർ ഡിസിപ്ലിനറി ആക്ഷൻ. നമ്മളത് അതിലല്ലാത്ത പക്ഷം എങ്ങനെയായിരിക്കും അത് വരിക, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കൽ വളരെ അത്യാവശ്യമാകുന്ന തരത്തിലേക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഗ്രോ ചെയ്തു എന്ന് വരാം. അപ്പം ആ ഒരു രീതിയിൽ വളരാൻ അനുവദിക്കാതെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരത്തക്ക രീതിയിൽ വളരെ നേരത്തെ തന്നെ പെർഫോമൻസ് ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ദെൻ ഷെഡ്യൂൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് ടു റെക്കഗ്നൈസ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് അനൗൺസ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാം. അപ്പം എംപ്ലോയീസ് മീറ്റിംഗ് റെക്കഗ്നൈസ് എംപ്ലോയീസ് ഹൂസ് പെർഫോമൻസ് എക്സീഡ്സ് എക്സ്പെക്റ്റേഷൻ. എംപ്ലോയീസിൻ്റെ പ്രവർത്തനം അത് നമ്മൾ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും. അവരെ എംപ്ലോയീസ് മീറ്റിങ്ങിലൊക്കെ വിളിച്ചു വരുത്തിയിട്ട് റെക്കഗ്നൈസ് ചെയ്തോളണം, അംഗീകാരം കൊടുത്തോളണം. എംപ്ലോയീസ് റെക്കഗ്നീഷൻ ഈസ് എ ട്രമൻഡസ് മോട്ടിവേറ്റർ. അത് വലിയൊരു മോട്ടിവേറ്ററാണ് ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഒക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്തൊരു വ്യക്തിയെ ആ ടീമിന് മുമ്പിൽ വിളിച്ച് നിർത്തി 2 വാക്ക് നല്ലത് പറഞ്ഞാൽ തന്നെ മതി, അത് വളരെ വലിയൊരു മോട്ടിവേറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അയാൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് മറ്റ് എംപ്ലോയീസിനും. Promote employees with performance records that constantly exceed ദ കമ്പനി എക്സ്പെക്റ്റേഷൻ. കമ്പനിയുടെ പ്രതീക്ഷ, കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അതിനപ്പുറമായിട്ട് സ്ഥിരമായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, അതായത് അങ്ങനെ ഒരു പെർഫോമൻസ് റെക്കോർഡുള്ള എംപ്ലോയീസിന് എന്ത് കൊടുക്കണം, പ്രൊമോഷൻ കൊടുക്കണം. പ്രൊമോട്ടിംഗ് എംപ്ലോയീസ് ടു ലീഡർഷിപ്പ് റോൾ അലൗസ് ദം ടു ഡിസ്പ്ലേ ദെയർ ടാലൻസ്. എംപ്ലോയീസിനെ ലീഡർഷിപ്പ് റോളുകൾ ഉള്ളതിലേക്ക് എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഫർദർ ഇംപ്രൂവ് ദെയർ സ്കിൽസ്. കൂടാതെ അവരുടെ സ്കില്ല് ഒന്നും കൂടെ മെച്ചപ്പെടുകയും ചെയ്യും. ദെൻ ആസ്ക് എംപ്ലോയീസ് ടു വളണ്ടിയർ ഫോർ റോൾസ്.
എംപ്ലോയീസിനോട് ചില റോളുകളൊക്കെ സ്വമേധയെ ഏറ്റെടുക്കാൻ പറയാം. അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവരോട് അത് ഏറ്റെടുക്കാൻ പറയാം. ആസ്ക് എംപ്ലോയീസ് ടു വളണ്ടിയർ ഫോർ റോൾസ് വേർ ദേ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദെയർ ക്യാപ്പബിലിറ്റീസ്. എംപ്ലോയീസിന് ദേ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദെയർ ക്യാപ്പബിലിറ്റീസ്, അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന മേഖലകളിൽ, അത്തരം റോളുകളിൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ എംപ്ലോയീസിനോട് ആവശ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓർഗനൈസേഷൻ കണ്ടക്ട്സ് ഫോർമൽ ഓറിയന്റേഷൻ ഫോർ ന്യൂ എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷന് അവിടെ വന്ന പുതിയ എംപ്ലോയീസിന് ഒരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചു. അവർക്കൊന്ന് ആ കമ്പനിയുടെ പ്രൊസീജിയറും ബാക്കിയുള്ളതൊക്കെ പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഓറിയന്റേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആസ് കറന്റ് എംപ്ലോയീസ് ഇഫ് ദേ വുഡ് ലൈക്ക് ടു ബിക്കം പ്രസൻറ്റർ അറ്റ് ഓറിയന്റേഷൻ സെഷൻ, ആ ഓറിയന്റേഷൻ സെഷനിൽ ഒരു പ്രസൻറ്റർ ആവാൻ താല്പര്യമുള്ള എംപ്ലോയീസിനോട് അങ്ങനെ ആവാൻ ആവശ്യപ്പെടാം. ചിലർക്ക് നന്നായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അപ്പം നേരത്തെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷൻ അവർ പരിചയമായവരാണ്. അപ്പം അവർക്ക് വേണമെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ അതിന് കഴിവുള്ളവർക്കുണ്ടെങ്കിൽ അവർക്ക് ഇതിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. എൻഗേജിങ് എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ വൈഡ് പ്രോജക്ട്സ്, ഓർഗനൈസേഷൻ മുഴുക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ അവർ എൻഗേജ് ചെയ്യിച്ചു കഴിഞ്ഞാൽ മോട്ടിവേറ്റ്സ് ദം ബൈ ഷോയിങ് കോൺഫിഡൻസ് ദാറ്റ് ദേ ക്യാൻ പെർഫോം ചലഞ്ചിങ് ടാസ്ക്. അവർക്ക് ഈ ചലഞ്ചിങ് ടാസ്കൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവർക്കത് കോൺഫിഡൻസ് ഉണ്ടാക്കും, അവരത് മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. Collect employees' opinion. Obtain employees' opinion using regularly scheduled surveys. Usually once a year. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർവേസ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണഗതിയിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ സർവേ നടത്തി എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് ഒപ്പീനിയൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്, കളക്ട് ചെയ്യാവുന്നതാണ്. എംപ്ലോയീസ് ഹു റിയലൈസ് ദെയർ ഒപ്പീനിയൻസ് ജനറലി ആർ ഹാപ്പിയർ ആൻഡ് മോർ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ്. സ്വന്തം അഭിപ്രായങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ച എംപ്ലോയീസ് പൊതുവെ എന്തായിരിക്കും, ഹാപ്പിയർ ആയിരിക്കും. അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് ആയിരിക്കും. ദീസ് ഇൻ ടേൺ ആർ ഫുള്ളി എൻഗേജ്ഡ് എംപ്ലോയീസ് ഹു കെയർ അബൌട്ട് ദെയർ ജോബ്സ്. ഇതിൻ്റെ ഫലമായിട്ട് അവർ ഫുള്ളി എൻഗേജ്ഡ് എംപ്ലോയീസ് ആയിരിക്കും. അവരെന്ത് ചെയ്യും, അവരുടെ ജോബിൽ കുറച്ചും കൂടെ നന്നായിട്ട് കെയർ ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ മെത്തേഡ്സ് ഫോർ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ട ഏതാനും മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. എംപ്ലോയീസ് വാണ്ട് ടു ഗെറ്റ് സഫിഷ്യൻറ്റ് റിവാർഡ് ഫോർ പ്രൊവൈഡിങ് ദെയർ എഫേർട്ട് ടു ആൻ ഓർഗനൈസേഷൻ. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓർഗനൈസേഷന് കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, അധ്വാനമുണ്ട്. അതിന് തത്തുല്യമായിട്ടുള്ള, അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് അവർക്ക് കിട്ടേണ്ടതുണ്ട്, അവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. എംപ്ലോയീസ് വാണ്ട് ടു ഗെറ്റ്, അവർ കിട്ടേണ്ടതുണ്ട് സഫിഷ്യൻറ്റ് റിവാർഡ് ഫോർ പ്രൊവൈഡിങ് ദെയർ എഫേർട്ട് ടു ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ആൻഡ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദം. അത് സഫിഷ്യൻ്റ് ആയിരിക്കണം, വേണ്ടത്ര ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദം, അവർക്കൊരു സംതൃപ്തി കൊടുക്കുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അധ്വാനത്തിന് തത്തുല്യമായിട്ടുള്ളൊരു റിട്ടേൺ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലേ? അല്ലാത്ത പക്ഷം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. മാനേജ്മെൻറ്റ് യൂസസ് റിവാർഡ്സ് ടു മോട്ടിവേറ്റ് പീപ്പിൾ. എംപ്ലോയീസിന് അല്ലെങ്കിൽ പീപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്ത് ഉപയോഗിക്കുന്നു, റിവാർഡ്സ് ഉപയോഗിക്കുന്നു. റിവാർഡ്സ് ക്യാൻ ടേക്ക് ടു ഫോംസ്. രണ്ട് രീതിയിലുണ്ട് റിവാർഡ്സ്. റിവാർഡ് മീൻസ് പ്രതിഫലം കേട്ടോ. ദേ ക്യാൻ ബി ഈതർ ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. ഇൻട്രിൻസിക് മീൻസ് മറ്റൊരു ടേമാണ് ഇൻറ്റേർണൽ റിവാർഡ്സ്. എക്സ്ട്രിൻസിക്കിൻ്റെ മറ്റൊരു ടേമാണ് എക്സ്റ്റേണൽ റിവാർഡ്സ്. ഇൻട്രിൻസിക് റിവാർഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ, അയാളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒന്നാണ് ഇൻട്രിൻസിക് റിവാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ ഹെൽത്ത് കെയർ എംപ്ലോയി മീൻ ടേക്കിംഗ് പ്രൈഡ് ആൻഡ് ഫീലിംഗ് ഗുഡ് അബൌട്ട് എ ജോബ് വെൽ ഡൺ. ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം, അയാൾക്ക് അത് വളരെ നന്നായിട്ട് തോന്നുന്ന ആ ഒരു ഫീല്, അതൊരു ഇൻട്രിൻസിക് റിവാർഡാണ്. അപ്പം ഫോർ എക്സാമ്പിൾ, പ്രൊവൈഡിങ് എക്സലൻറ്റ് പേഷ്യൻ്റ് കെയർ, വളരെ നന്നായിട്ട് പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ സാധിച്ച ഒരു ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. റിവാർഡ് പെർട്ടൈൻസ് ടു റിവാർഡ് ദാറ്റ് ആർ ഗിവൺ ബൈ അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയാൽ നൽകപ്പെടുന്ന റിവാർഡുകളാണ് എക്സ്ട്രിൻസിക് റിവാർഡ് എന്ന് പറയുന്നത്. സച്ച് ആസ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഗിവിംഗ് ബോണസ് ടു ടീം ഓഫ് വർക്കേഴ്സ് വെൻ ക്വാളിറ്റി ആൻഡ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ആർ ഡെമോൺസ്ട്രേറ്റഡ് ടു ബി എക്സെപ്ഷണൽ.
പേഷ്യൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത സർവീസിൻ്റെ ക്വാളിറ്റി ഒക്കെ വളരെ എക്സെപ്ഷണലായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ടീം ഓഫ് വർക്കേഴ്സിന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ബോണസ് നൽകുകയാണെങ്കിൽ ആ ബോണസ് നൽകുന്നത് ഒരു എക്സ്ട്രിൻസിക് റിവാർഡാണ്. ഇൻസെൻറ്റീവ്സ് ഈസ് ആൻ ആക്ട് ഓർ പ്രോമിസ് ഫോർ ഗ്രേറ്റർ ആക്ഷൻ. വലിയൊരു ആക്ഷൻ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ അതിനെ പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു ആക്ട്, അതാണ് ഇൻസെൻറ്റീവ്, ഒരു പ്രേരകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എസ് എ സ്റ്റിമുലസ് ടു ഗ്രേറ്റർ ആക്ഷൻ. ഒരു വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ്, ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇൻസെൻറ്റീവ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസെൻറ്റീവ്സിനെ നമുക്ക് സ്റ്റിമുലസ് എന്ന് കൂടെ വിളിക്കാം. ഇറ്റ് മീൻസ് അഡീഷണൽ റെമ്യൂണറേഷൻ ഓർ ബെനിഫിറ്റ് ടു ആൻ എംപ്ലോയി ഇൻ റെക്കഗ്നീഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ഓർ ബെറ്റർ വർക്ക്. നല്ലൊരു വർക്കിന് അല്ലെങ്കിൽ അയാളുടെ അച്ചീവ്മെൻറ്റിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും റെമ്യൂണറേഷൻ, അഡീഷണൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ബെനിഫിറ്റാണ് ഇൻസെൻറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസെൻറ്റീവ് പ്രൊവൈഡ് എ അർജ് ഓർ സീൽ ഇൻ ദ എംപ്ലോയീസ് ഫോർ ബെറ്റർ പെർഫോമൻസ്. ഇൻസെൻറ്റീവ്സ് എംപ്ലോയീസിന് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനൊരു അർജ്, ഒരു പ്രേരണ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ തിങ് ദാറ്റ് നോബഡി ആക്ട്സ് വിത്തൗട്ട് പർപ്പസ് ബിഹൈൻഡ്. ഏതൊരു വ്യക്തിയും ഒരു ആക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഇല്ലാണ്ട് ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നുള്ളത് ഒരു നാച്ചുറൽ തിങ് ആണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ തിങ് ദാറ്റ് നോബഡി ആക്ട്സ് വിത്തൗട്ട് എ പർപ്പസ് ബിഹൈൻഡ്. പിന്നിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളത് നാച്ചുറൽ ട്രൂത്താണ്. Therefore, a hope for a reward is a powerful incentive to motivate employee. അതുകൊണ്ട് തന്നെ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഹോപ്പ് ഫോർ എ റിവാർഡ് എന്നുള്ളതാണ്. ഒരു റിവാർഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ, അതാണ് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഞാൻ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്നത് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുമ്പം അയാൾ ആ വർക്ക് ചെയ്യുന്നതിന് കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവും എന്നാണ് പറയുന്നത്. ദ നീഡ് ഓഫ് ഇൻസെൻറ്റീവ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസെൻറ്റീവ് നോക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ടു ഇൻക്രീസ് പ്രോഡക്ടിവിറ്റി, ടു ഡ്രൈവ് ഓർ എറോസ് എ സ്റ്റിമുലസ് വർക്ക്. ജോലി ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ്, പ്രചോദനം ഡ്രൈവ് ചെയ്യുന്നതിന്, എറോസ് ചെയ്യുന്നതിന്, ഉയർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്നതിന്. ടു എൻഹാൻസ് കമ്മിറ്റ്മെൻറ്റ് ഇൻ വർക്ക് പെർഫോമൻസ്. ജോലിയിലെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിനോടുള്ള ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് എംപ്ലോയീസിൻ്റെ ഇടയിൽ. ടു സൈക്കോളജിക്കലി സാറ്റിസ്ഫൈ എ പേഴ്സൺ വിച്ച് ലീഡ്സ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു വ്യക്തിയെ സൈക്കോളജിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാനസികമായിട്ട് സംതൃപ്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായിട്ടും ഏതിലേക്ക് നയിക്കപ്പെടും? ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കപ്പെടും. ഒരാളൊരു വർക്ക് ചെയ്യുന്നിടത്ത് അയാൾ സൈക്കോളജിക്കലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ ജോബ് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഗുണമൊക്കെ അവിടെ വരുന്നതാണ്. ടു ഷേപ്പ് ദ ബിഹേവിയർ, ഔട്ട്ലുക്ക് ഓഫ് സബോർഡിനേറ്റ് ടുവേർഡ്സ് വർക്ക്. വർക്കിനോടുള്ള സബോർഡിനേറ്റിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, അതിനോടുള്ളൊരു പെരുമാറ്റ രൂപം, അതൊക്കെ ഒന്ന് രൂപീകരിച്ചെടുക്കുന്നതിന് ഇൻസെൻറ്റീവ് നല്ലതാണ്. അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ വർക്കിനോട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത് വളരെ നല്ലതാണ്. ടു ഇൻകൾക്കേറ്റ് സീൽ ആൻഡ് ഇന്തൂസിയാസം ടുവേർഡ്സ് വർക്ക്. വർക്കിനോട് ഉള്ളൊരു താല്പര്യം, ഒരു സീല് അവരിൽ വളർത്തിയെടുക്കുന്നതിന് ഇൻസെൻറ്റീവ്സ് വളരെയധികം യൂസ്ഫുള്ളാണ്. ടു ഗെറ്റ് മാക്സിമം ഓഫ് ദെയർ ക്യാപ്പബിലിറ്റി സോ ദാറ്റ് ദേ ആർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് മാക്സിമലി. അവരുടെ ക്യാപ്പബിലിറ്റി മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കഴിവ് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പം, ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പം അവരെ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കഴിവ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയാണ് ഇൻസെൻറ്റീവ് കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. ഇൻസെൻറ്റീവ്സ് രണ്ട് വിധമുണ്ട്. ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോണിറ്ററി ഇൻസെൻറ്റീവ്. ദീസ് ആർ ഇൻസെൻറ്റീവ്സ് വിച്ച് സാറ്റിസ്ഫൈ ദ സബോർഡിനേറ്റ്സ് ബൈ പ്രൊവൈഡിങ് ദം റിവാർഡ്സ് ഇൻ ടേംസ് ഓഫ് റുപ്പീസ്. ഇത് സബോർഡിനേറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റിവാർഡാണ്. റുപ്പീസിൻ്റെ ടേംസിലാണ് ഈ റിവാർഡ് കൊടുക്കുന്നത്. മോണിറ്ററി എന്ന ടേം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതറിയാം അല്ലേ. അപ്പോൾ പണമായിട്ടോ മറ്റോ നമ്മൾ റിവാർഡ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്ന് പറയുക. മണി നോട്ട് ഓൺലി സാറ്റിസ്ഫൈ സൈക്കോളജിക്കൽ നീഡ്സ് ബട്ട് ഓൾസോ ദ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ നീഡ്സ്. പണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ് മാത്രമല്ല, നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നത്, കൂടാതെ സെക്യൂരിറ്റി ആണെങ്കിലും സോഷ്യൽ നീഡ്സ് ആണെങ്കിലും ഒക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യും.
അല്ലേ? ഇപ്പം സെക്യൂരിറ്റി എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നതിന്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന്, അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ വലിയ സാധനങ്ങൾ വാങ്ങിച്ച് മറ്റും അവിടെ ഒരു പ്രസ്റ്റീജ് ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ഇത് സഹായിക്കും പണം. അപ്പം അതുകൊണ്ടാണ് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത്. Therefore, in many factories, various wage plans and bonus schemes are introduced to motivate and stimulate the people to work. അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെയുള്ള പല നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ഫാക്ടറികളിലും വിവിധ തരത്തിലുള്ള വേജ് പ്ലാനുകൾ, അതുപോലെ തന്നെ ബോണസ് സ്കീമുകളെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ടു മോട്ടിവേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ പീപ്പിൾ ടു വർക്ക് ചെയ്യുന്നതിന്, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ഇൻസെൻറ്റീവ്സ് ക്യാൻ സാറ്റിസ്ഫൈ ദ ഈഗോ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഈഗോ, നമുക്ക് 3 തരം ഈഗോ ഒക്കെ ഉണ്ട്. ആ ഈഗോ അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണത്. ദ ഇൻസെൻറ്റീവ്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ അണ്ടർ ദ കാറ്റഗറി ഓഫ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്. പേരിൽ തന്നെ നമുക്കറിയാം നോൺ മോണിറ്ററി ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പണരൂപത്തിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. മണി ടേംസിൽ ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മണി ടേംസിൽ മെഷർ ചെയ്യാത്ത എല്ലാ ഐറ്റമാണ് ഈ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. Whenever a manager has to satisfy the psychological needs of the subordinates, he makes use of non-financial incentive. ഇപ്പം ഒരു മാനേജർ സബോർഡിനേറ്റ് സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സംതൃപ്തി കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പണരൂപത്തിൽ അവർക്കൊന്നും കൊടുക്കുന്നില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു മാനസിക സംതൃപ്തി, അവിടെ നമുക്കത് എത്രത്തോളം അത് ഇഫക്റ്റീവായി, അത് ഓരോ എംപ്ലോയിക്കും ഓരോ രീതിയിലായിരിക്കും. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു അഭിനന്ദനം കൊടുക്കുന്നത്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. അപ്പം അത് നമുക്ക് മണി ടേംസിൽ മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ സൈക്കോളജിക്കൽ നീഡ്സ് മാനേജർ സാറ്റിസ്ഫൈ ചെയ്യുമ്പം അവിടെ നമ്മളൊരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് പറയാം. സം നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, ഏതാനും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെക്യൂരിറ്റി ഓഫ് സർവീസ്. സ്വന്തം ജോബിൽ സർവീസിലൊരു സെക്യൂരിറ്റി ഉണ്ടാവുക. ഇപ്പം നാളെ തന്നെ ചിലപ്പോൾ പിരിഞ്ഞു പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ ആണ് ഒരാളുടെ ജോബ് നിൽക്കുന്നതെങ്കിൽ അയാൾ അതിൽ സെക്യൂർ അല്ല, അല്ലേ? അപ്പോൾ അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇഫ് ഹിസ് ജോബ് ഈസ് ഷുവർ, ഹി വിൽ പുട്ട് മാക്സിമം എഫേർട്ട് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഒരു വ്യക്തി അയാളുടെ ജോബ് ഷുവർ ആണെങ്കിൽ, അവിടെ അയാൾക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ, ഹി വിൽ പുട്ട് മാക്സിമം എഫേർട്ട് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. ആ എൻ്റർപ്രൈസിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അയാളുടെ മാക്സിമം എഫേർട്ട് എടുക്കും. അതർവൈസ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാനുള്ളതല്ലേ എന്നുള്ള ഭാവം അയാൾ കാണിക്കും, അത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ സർവീസിലൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇൻസെൻറ്റീവാണ്. ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് കാണുമ്പം അയാൾക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ദെൻ പ്രൈസ് ഓർ റെക്കഗ്നീഷൻ, നല്ലൊരു വാക്ക്, അഭിനന്ദനം, അതുപോലെ തന്നെ അംഗീകാരം കൊടുക്കുക എന്നുള്ളത്. ദ പ്രൈസ് ഓർ റെക്കഗ്നീഷൻ ഈസ് അനദർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഈഗോ നീഡ്സ് ഓഫ് ദി എംപ്ലോയി. ഒരു എംപ്ലോയീൻ്റെ ഈഗോ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ് പ്രൈസ് ഓർ റെക്കഗ്നീഷൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറയുക എന്ന് പറയുന്നത്, അവരെ 4 ആളുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവരെന്ന് അംഗീകരിക്കുക, അവരുടെ കഴിവിനെ കുറിച്ച് നല്ല വാക്കുകൾ എല്ലാവരോടും പറയുക എന്നുള്ളത്. അത് അവിടെ നമുക്കത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒരു എംപ്ലോയി കൊണ്ടുവരിക. അതിനേക്കാളും ബെറ്ററായിട്ട് നെക്സ്റ്റ് ടൈം പ്രവർത്തികളെ മോട്ടിവേഷൻ അയാൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ നമ്പർ ഓഫ് പേഴ്സൺസ് ലൈക്ക് ടു അപ്രീസിയേഷൻ ഓൺ ദി ഡേ ഓഫ് പെർഫോമൻസ് ഫ്രം ദെയർ സുപ്പീരിയേഴ്സ്, പീയേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സ്. ഒരുപാട് ആളുകൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഓൺ ദി ഡേ ഓഫ് പെർഫോമൻസ്. അവർ പെർഫോം ചെയ്യുന്ന ദിവസങ്ങളിൽ അവരുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് നിന്ന്, പീയേഴ്സ് മീൻസ് സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ്, ഒരു ടീമായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ആ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു അപ്രീസിയേഷൻ, ഒരു അഭിനന്ദനം കിട്ടാൻ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട്. ദേ ലൈക്ക് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദം. അവരത് ഇഷ്ടപ്പെടുന്നു, അത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുകയും ചെയ്യും. സജഷൻ സ്കീം, അഭിപ്രായം പറയാനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. എന്നിട്ട് അവരുടെ ആ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യാം, നടത്തി കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത് വലിയൊരു മോട്ടിവേഷനാണ്. ദ ഓർഗനൈസേഷൻ ഷുഡ് ലുക്ക് ഫോർവേഡ് ടു ടേക്കിംഗ് സജഷൻസ് ആൻഡ് ഇൻവൈറ്റിംഗ് സജഷൻ സ്കീം ഫ്രം സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് നിന്നുള്ള അഭിപ്രായങ്ങൾ തേടുകയും അതിനുള്ള സജഷൻ സ്കീം ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ തന്നെ
ഓർഗനൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഇൻകൾക്കേറ്റ് എ സ്പിരിറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന് ഒരു അഭിപ്രായം, ഒരു തീരുമാനം പറയാനുള്ള അവസരമാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പം അത് അവരിലൊരു മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്നുള്ളൊരവസ്ഥ, ആ ഒരു സ്പിരിറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ അത് എംപ്ലോയീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പോരാത്തതിന് അവരുടെ സജഷൻ അംഗീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകൂടെ ചെയ്യുമ്പം അവർക്ക് ഭയങ്കര വലിയൊരു അംഗീകാരമാണ്. അവർ വളരെയധികം മോട്ടിവേറ്റഡ് ആക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അതൊരു നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവാണ്. പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊമോഷനുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ടു ഇൻക്രീസ് ദ സ്പിരിറ്റ് ടു വർക്ക് ഇൻ എ കൺസേൺ. ഒരു കൺസേണിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, എംപ്ലോയീസിന് അഡ്വാൻസ്മെൻറ്റിന്, അവരുടെ വളർച്ചയ്ക്കും അവരുടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞ് അവർ കുറച്ചും കൂടി അഡ്വാൻസ് ആകുന്നുള്ള അവസരങ്ങൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഫീൽ സാറ്റിസ്ഫൈഡ്, അവർ സാറ്റിസ്ഫൈഡ് ആവും ആൻഡ് കണ്ടൻറ്റഡ് ആൻഡ് ദേ ബിക്കം മോർ കമ്മിറ്റഡ് ടു ദി ഓർഗനൈസേഷൻ. അവർ സാറ്റിസ്ഫൈഡ് ആവും, അവർ കൂടുതൽ കണ്ടൻറ്റഡ് ആവും, കുറച്ചും കൂടെ കണ്ടൻറ്റ് ചെയ്യാലും സംതൃപ്തിയുള്ള സന്തുഷ്ടമായെന്നൊക്കെ തന്നെയാണ്. അപ്പം അവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവും ആൻഡ് ദേ ബിക്കം മോർ കമ്മിറ്റഡ് ടു ദി ഓർഗനൈസേഷൻ. അവർ കുറച്ചും കൂടെ ഓർഗനൈസേഷനോട് കമ്മിറ്റഡ് ആയിരിക്കും, കുറച്ചും കൂടെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവരായി മാറും എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഏതാനും നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. അത് പണം കൊടുക്കാതെ അല്ലാതെ തന്നെ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷനോ മറ്റോ പ്രൊവൈഡ് ചെയ്യുന്ന എന്തും നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിനകത്ത് നമുക്ക് പറയാവുന്നതാണ്. ദെൻ ചലഞ്ചിങ് ജോബ്സ്. നമ്മൾ മെത്തേഡ്സ് ഓഫ് മോട്ടിവേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ റിവാർഡിങ് ആൻഡ് ഇൻസെൻറ്റീവ് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറേ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ചലഞ്ചിങ് ജോബ്സ്. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള, കുറച്ച് റിസ്കി ആയിട്ടുള്ള, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ജോബുകൾ കൊടുക്കുക. പ്രൊവൈഡിങ് ചലഞ്ചിങ് ജോബ്സ് ടു എംപ്ലോയീസ് വിൽ മോട്ടിവേറ്റ് ദം. അത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കും. ജോബ് ഡിസൈൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓൺ ദ കണ്ടൻറ് ഓഫ് ദി ജോബ്. ജോബ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിൻ്റെ കണ്ടൻറ് എന്തൊക്കെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓർ ദി മെത്തേഡ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിയിങ് ഔട്ട് ജോബ്സ്. ആ ജോബ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതൊക്കെയാണ്, അതിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ജോബിൻ്റെ കണ്ടൻറ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ഈസ് വെദർ ജോബ് ഷുഡ് ബി മോർ സ്പെഷ്യലൈസ്ഡ് ഓർ മോർ എൻറിച്ച്ഡ് ആൻഡ് നോൺ റൊട്ടീൻ. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ ജോബ് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണോ, അല്ലെങ്കിൽ എൻറിച്ച്ഡ്, കുറച്ച് സമ്പുഷ്ടമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എംപ്ലോയിക്കുള്ള തരത്തിലുള്ളതാണോ, നോൺ റൊട്ടീൻ, ഇങ്ങനെ ആവർത്തനമില്ലാത്തത്. റൊട്ടീൻ മീൻസ് ആവർത്തിക്കുന്ന ഡെയിലി എന്നുള്ളതാണല്ലോ. അപ്പോൾ നോൺ റൊട്ടീൻ മീൻസ് ഇങ്ങനെ ആവർത്തന വിരസത ഇല്ലാത്തതാണോ എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് ഡിസൈൻ ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് സെവറൽ വേസ്. ഒരുപാട് രീതിയിൽ നമുക്ക് ജോബ് ഡിസൈൻ നടത്താവുന്നതാണ്. ജോബ് എൻലാർജ്മെൻറ്റ് അസൈൻ വർക്കേഴ്സ് ടു അഡീഷണൽ സെയിം ലെവൽ ടാസ്ക്സ് ഓർ ഡ്യൂട്ടീസ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടാസ്ക്സ് ദേ ഹാവ് ടു പെർഫോം. ജോബ് എൻലാർജ്മെൻറ്റ് ഒരു ജോബ് ഡിസൈനിൻ്റെ രൂപമാണ്. പല രീതിയിലും ജോബ് ഡിസൈൻ ആവാം. ജോബ് എൻലാർജ്മെൻറ്റ് അതിൽപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ജോബ് ഡിസൈന് ഇങ്ങനെ വളരെ സ്പെഷ്യലൈസ്ഡ് ഫോമിലോ മറ്റോ ആക്കിയിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എംപ്ലോയീസിന് അതൊരു ചലഞ്ചിങ് ജോബായിരിക്കും. അവർക്കത് കുറച്ചും കൂടെ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യും. കാരണം ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആവേശം അവർക്കത് ഉണ്ടാക്കും. അതവരെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജോബ് ഡിസൈൻ എങ്ങനെയൊക്കെ ആവാം എന്നാണ് പിന്നെ നെക്സ്റ്റ് പറയുന്നത്. ജോബ് എൻലാർജ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അസൈൻ വർക്കേഴ്സ് ടു അഡീഷണൽ സെയിം ലെവൽ ടാസ്ക്സ് ഓർ ഡ്യൂട്ടീസ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടാസ്ക് ദേ ഹാവ് ടു പെർഫോം. എംപ്ലോയീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ആ ടാസ്കിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സെയിം ലെവലിൽ തന്നെ പെട്ട അഡീഷണൽ ടാസ്കുകൾ കൊടുത്തുകൊണ്ട് ജോബിനൊന്നുകൂടെ വലുതാക്കുക. അതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻലാർജ്മെൻറ്റ് വിൽ റെഡ്യൂസ് മൊണോട്ടോണി ആൻഡ് ബോർഡം ബൈ പ്രൊവൈഡിങ് ദ എംപ്ലോയീസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ജോബ് ടു പെർഫോം. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജോബ് പെർഫോം ചെയ്യാൻ കൊടുക്കുന്നതിലൂടെ. കാരണം ഏതെങ്കിലും ഒരു ജോബിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ചെയ്യലല്ല, അതിലൊരുപാട് ആ ഒരു ജോബിന് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒത്തിരി ടാസ്കുകൾ അടങ്ങിയൊരു വലിയൊരു ജോബ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ജോബ് പൂർണ്ണമായിട്ടും ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ മൊണോട്ടണിയും അതുപോലെ ബോർഡൊക്കെ നിന്ന് ഒഴിവാക്കാൻ ഈ ഒരു ജോബ് എൻലാർജ്മെൻറ്റ് സഹായിക്കും എന്നാണ് പറയുന്നത്.
ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ പാക്കിംഗ് മാത്രം ചെയ്യുക, അതൊരു മൊണോട്ടോണി ബോർഡം കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാൻ കൊടുക്കുമ്പോൾ അത് കുറച്ച് ജോബ് എൻലാർജ്മെൻ്റ് ആണ്. ജോബ് റൊട്ടേഷൻ മറ്റൊരു രീതിയാണ്. സിസ്റ്റമാറ്റിക്കലി മൂവ്സ് വർക്കേഴ്സ് ഫ്രം ജോബ് ടു ജോബ്. അവിടെ എന്താ ചെയ്യുന്നത്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് വളരെ സിസ്റ്റമാറ്റിക്കലി എംപ്ലോയീസിനെ മൂവ് ചെയ്യുക, ജോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. കുറച്ച് ദിവസം ഒരു ജോലിയിൽ, അതിൽ കുറച്ച് എക്സ്പേർട്ട് ആയതിനു ശേഷം മറ്റൊരു ജോബിലേക്ക് മാറ്റുക. അപ്പോൾ ഈ ജോബിന് ഇങ്ങനെ ചെയ്ത് എല്ലാവരും മടുപ്പ് വരുമ്പോഴേക്ക് പുതിയൊരു ജോബിലേക്ക് പോകുമ്പം അതിൻ്റെ ഒരു രസം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ജോബ് എൻറിച്ച്മെൻറ്റ് ഈസ് അനദർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്. വേറൊന്നാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഈസ് അനദർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് ഇൻ വിച്ച് ദ ജോബ് ഓഫ് വർക്കർ ക്യാൻ ബി എൻറിച്ച്ഡ്. ഇത് മറ്റൊരു നോൺ മോണിറ്ററി ഇൻസെൻറ്റീവാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് അതിനകത്ത് ദ ജോബ് ഓഫ് ദി വർക്കർ ക്യാൻ ബി എൻറിച്ച്ഡ്. വർക്കറുടെ ജോലി ഒന്നുകൂടെ എൻറിച്ച് ചെയ്യണം, ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഇൻക്രീസിങ് റെസ്പോൺസിബിലിറ്റീസ്. അയാളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുക. ഗിവിങ് ഹിം ആൻ ഇമ്പോർട്ടൻറ്റ് ഡെസിഗ്നേഷൻ, ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ഡെസിഗ്നേഷൻ അയാൾക്ക് കൊടുക്കുക. ഇൻക്രീസിങ് ദ കണ്ടൻറ് ആൻഡ് നാച്ചർ ഓഫ് ദി വർക്ക്, ആ വർക്കിൻ്റെ രൂപം അതുപോലെ തന്നെ കണ്ടൻറ്റൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ജോബിനെ ഒന്നും കൂടെ എൻറിച്ച് ചെയ്തെടുക്കുക. അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. ദെൻ ജോബ് എൻറിച്ച്മെൻറ്റ് പ്രൊവൈഡ്സ് വർക്കേഴ്സ് ഗ്രേറ്റർ ഫ്രീഡം ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹിസ് പെർഫോമൻസ്. ജോബ് എൻറിച്ച്മെൻറ്റ് വർക്കേഴ്സിന് അവരുടെ പെർഫോമൻസ് പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും കുറച്ചുകൂടി കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂസിങ് മെറിറ്റ് പേ. മെറിറ്റ് പേ ഈസ് എ സാലറി ഇൻക്രീസ് വിച്ച് ഈസ് ടിപ്പിക്കലി പെർമനൻറ്റ്. മെറിറ്റ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയിൽ ഇൻക്രീസ് വരുത്തുക എന്നുള്ളതാണ്, വിച്ച് ഇസ് ടിപ്പിക്കലി പെർമനൻറ്റ്. സാലറിയിൽ ഒരു ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ടുള്ളതായിരിക്കും. മെറിറ്റ് പേ ഈസ് ഗിവൺ ഓൺ ദി ബേസ് ഓഫ് ദി എംപ്ലോയീസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. എംപ്ലോയീൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് മെറിറ്റ് പേ കൊടുക്കുന്നത്. ഒരു എംപ്ലോയി എല്ലാവരെക്കാളും മെച്ചപ്പെട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അയാളുടെ സാലറി അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഇൻക്രിമെൻറ്റ് റാദർ ദാൻ എ സിംഗിൾ പേയ്മെൻറ്റ് ലൈക്ക് എ ബോണസ്. അതൊരു കണ്ടിന്യൂയിങ് ഇൻക്രിമെൻ്റ് ആണ്. അതായത് ഈ മാസം 1000 രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനി അങ്ങോട്ടേക്ക് എല്ലാ മാസവും അത് 1000 വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂയിങ് ആണ്, പെർമനൻ്റ് ആണ്. റാദർ ദാൻ എ സിംഗിൾ പേയ്മെൻറ്റ് ലൈക്ക് എ ബോണസ്. ബോണസിനെ പോലെ ഒരു സിംഗിൾ പേയ്മെൻ്റ് അല്ല. ബോണസ് എപ്പോഴെങ്കിലും പ്രഖ്യാപിക്കുന്നു, കൊടുക്കുന്നു, അത് അവിടെ തീരും. പിന്നെ അടുത്ത ബോണസ് എപ്പോഴും പ്രഖ്യാപിക്കുമ്പോഴേ പിന്നെ കിട്ടുകയുള്ളൂ. ഡിപ്പെൻഡിങ് ഹെവിലി ഓൺ മെറിറ്റ് റിവാർഡ്. Depending heavily on merit, rewards can be a problem because the supporting benefit of merit pay is usually determined only once in a year. ഈ മെറിറ്റ് റിവാർഡിന് കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോബ്ലം ഉണ്ട്. കാരണം ബിക്കോസ് ദ സപ്പോർട്ടിംഗ് ബെനിഫിറ്റ് ഓഫ് മെറിറ്റ് പേൻ്റെ ആ ഒരു സപ്പോർട്ടിംഗ് ബെനിഫിറ്റ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈസ് യൂഷ്വലി ഡിറ്റർമിൻഡ് ഓൺലി വൺസ് ഇൻ എ ഇയർ. കൊല്ലത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുമ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ എംപ്ലോയിക്ക്, പിന്നെ സ്ഥിരമായിട്ടാണ്. ദെൻ യൂസിങ് സ്പോട്ട് അവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. സ്പോട്ടിൽ അവാർഡ് കൊടുക്കുക, പെർഫോമൻസ് ഉണ്ടായ ഉടനെ അവാർഡ് കൊടുക്കുക. എ സ്പോട്ട് അവാർഡ് ഈസ് വൺ ഗിവൺ ടു ആൻ എംപ്ലോയി ആസ് സൂൺ ആസ് ദ പ്രൈസ് വർത്തി പെർഫോമൻസ് ഈസ് ഒബ്സർവ്ഡ്. ഒരു എംപ്ലോയിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രൈസ് വർത്തി പെർഫോമൻസ്, അല്ലേ, മൂല്യമുള്ള അല്ലെങ്കിൽ അഭിനന്ദിക്കാവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതങ്ങനെ ഒന്ന് കാണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ എംപ്ലോയിക്ക് എന്ത് കൊടുക്കുക, അവാർഡ് കൊടുക്കുക. അതാണ് സ്പോട്ട് അവാർഡ് എന്ന് പറയുന്നത്. ആ നിമിഷം തന്നെ കൊടുക്കുക. ദീസ് അവാർഡ്സ് ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടിവേഷൻ. ഇതിപ്പോൾ മോട്ടിവേഷൻ്റെ ഏതാനും പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിന് മാച്ചായിട്ടുള്ള അത് അങ്ങേയറ്റം ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സ്പോട്ട് അവാർഡ് എന്ന് പറയുന്നത്. ബിക്കോസ് അതിന് അങ്ങനെ പറയാൻ കാരണം ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഗുഡ് പെർഫോമൻസ് ആൻഡ് ആർ അവാർഡഡ് വിത്തൗട്ട് ഡിലേ. അത് നല്ല പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, അല്ലേ. എല്ലാവരെക്കാളും ബെറ്ററായിട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പെർഫോമൻസ് ഉണ്ടാകുന്ന ഉടനെയാണ് കൊടുക്കുന്നത്, ഉണ്ടാകുമ്പോഴാണ് കൊടുക്കുന്നത്. ആൻഡ് ആർ അവാർഡഡ് വിത്തൗട്ട് ഡിലേ, ഒട്ടും വൈകലില്ലാതെ അപ്പോൾ തന്നെയാണ് കൊടുക്കുന്നത്, ചൂടാറിയതിന് ശേഷമല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ബൈ മീൻസ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. Lifelong learning can be used to deal with problems of downsizing and employee commitment and to counterbalance their negative effect. Lifelong learning നമ്മൾ ഉപയോഗിക്കുന്നത് to deal with the problems of downsizing and employee commitment and counterbalance their negative effect. എംപ്ലോയീൻ്റെ കമ്മിറ്റ്മെൻറ്റ് പിന്നെ കുറഞ്ഞു വരുന്ന, അതുപോലെ തന്നെ അവർ ഡൗൺ സൈസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൗണ്ടർ ബാലൻസ് ദെയർ നെഗറ്റീവ് ഇഫക്റ്റ്,
അവരുടെ നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റുകളൊക്കെ തന്നെ ബാലൻസ് ചെയ്തെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്റ്റെൻസീവ് കണ്ടിന്യൂയിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിനകത്ത് എന്താ വരുന്നത്? തീവ്രമായ തുടർച്ചയായിട്ടുള്ള ലൈഫ് ലോങ് എന്ന് പറഞ്ഞു അല്ലേ, ജീവിതകാലം മുഴുക്കെ മീൻസ് അത് ലോങ് ടേമിലേക്കാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള കണ്ടിന്യൂയിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രം ബേസിക് റെമഡിയൽ സ്കിൽസ്, അത് എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ കൊടുക്കുന്നുണ്ടാവും? ഫ്രം ബേസിക് റെമഡിയൽ സ്കിൽസ്, ചെറിയ ചെറിയ പരിഹാര പ്രശ്നങ്ങൾ, ഒരു വർക്ക് പ്ലേസിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കൽ തൊട്ട്, ബേസിക് റെമഡിയൽ സ്കില്ല്, പ്രശ്നപരിഹാര കഴിവ് കൊടുക്കുന്നത് തൊട്ട്, ടു അഡ്വാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്താനുള്ള ടെക്നിക്ക് വരെയൊക്കെ അവരെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ എംപ്ലോയീസ് കരിയർ, എംപ്ലോയിൻ്റെ കരിയർ മുഴുക്കെ, ആ എംപ്ലോയിയോട് വർക്ക് ചെയ്യുന്ന കാലം മുഴുക്കെ, വിച്ച് പ്രൊവൈഡ് എംപ്ലോയീസ് ദ ഓപ്പർച്യൂണിറ്റി ടു ബൂസ്റ്റ് ദെയർ സെൽഫ് എഫിക്കസി ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസ്ക്ക് അവരുടെ സെൽഫ് എഫിക്കസി, ക്ഷമത കൂട്ടും, ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. എംപ്ലോയിക്ക് തുടർച്ചയായിട്ട് അറിവ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ നോളജബിൾ പേഴ്സൺസ് ആക്കി എടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ ബൈ മീൻസ് ഓഫ് സ്കിൽ ബേസ്ഡ് പേ, എംപ്ലോയീസിനുള്ള അഡീഷണൽ സ്കില്ലിന് പേയ്മെൻറ്റ് നടത്തുന്ന രീതിയാണത്. എംപ്ലോയീസ് ആർ പെയ്ഡ് ഫോർ ദി റേഞ്ച്, ഡെപ്ത് ആൻഡ് ടൈപ്പ് ഓഫ് സ്കിൽസ് ആൻഡ് നോളജ് ദേ ആർ കോമ്പീറ്റൻറ്റ് ഓഫ് യൂസിങ് റാദർ ദാൻ ഫോർ ദി ജോബ് ദേ കറൻ്റ്ലി ഹോൾഡ്. അവരിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ജോബിനേക്കല്ലാതെ അവർക്ക് ഉപയോഗിക്കാൻ കഴിവുള്ള അവർ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് സ്കില്ലുകളും നോളജ്, അതിൻ്റെ റേഞ്ച് എത്രയുണ്ട്, അത് എന്തുമാത്രമുണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രമാത്രം തീവ്രമായിട്ട് അവർക്കറിയാം, അത് ഏതെല്ലാം വിധത്തിലുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കിട്ടുന്നതാണ് ഈ സ്കിൽ ബേസ്ഡ് പേ എന്ന് പറയുന്നത്. സ്കിൽ ബേസ്ഡ് പേ ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് മോട്ടിവേഷൻ തിയറി. മോട്ടിവേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദ സിസ്റ്റം ഓൾസോ അപ്പീൽസ് ടു ദി എംപ്ലോയീസ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. എംപ്ലോയീസിൻ്റെ സെൽഫ് എഫിക്കസി എന്ന് പറയുന്ന സെൻസിനെ, സ്വയം കാര്യക്ഷമത എന്ന് പറയുന്ന ഒരു സെൻസിനെയും കൂടെ ഈ ഒരു സംവിധാനം അംഗീകരിക്കുന്നുണ്ട്, അപ്പീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം, ദ റിവാർഡ് ഈസ് എ ഫോർമൽ ആൻഡ് കോൺക്രീറ്റ് റെക്കഗ്നീഷൻ. ഇവിടെ റിവാർഡ് കൊടുക്കുന്ന ഒരു സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. വെറുതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എപ്പോഴെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുത്തതോ ഒരു നല്ല വാക്ക് പറഞ്ഞതോ അല്ല, അവർക്ക് സ്ഥിരമായിട്ടൊരു പേയ്മെൻറ്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് വളരെ ഫോർമലായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കോൺക്രീറ്റ്, സ്ഥിരതയാർന്നൊരു അംഗീകാരം കൂടിയാണ്. സോ ദാറ്റ് ദ പേഴ്സൺ ക്യാൻ ഡു ദ മോർ ചലഞ്ചിങ് ജോബ് വെൽ. അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വിത്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു പ്രബലപ്പെടുത്തൽ, ദൃഢീകരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോഗ്രാംസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓപ്പറൻ്റ് കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെയുള്ള ചില പ്രിൻസിപ്പിൾസൊക്കെയാണത്. ഡീറ്റെയിൽ ആയിട്ട് വലിയ ടേമാണ്. ഇപ്പം ജസ്റ്റ് അത് അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. ടു സപ്ലൈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ബിഹേവിയർ. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രബലപ്പെടുത്തൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോഗ്രാം. മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ഒപ്പീൻ ദാറ്റ്, മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് പറയുന്നത്, ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ഡിസൈറബിൾ ബിഹേവിയർ റാദർ ദാൻ ഓൺ ലെസനിങ് അൺവാണ്ടഡ് ബിഹേവിയർ. അൺവാണ്ടഡ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ലെസൺ ചെയ്ത് കൊണ്ടുവരിക, അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വേണമെന്ന് കരുതുന്ന ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുകയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ട ബിഹേവിയർ കൊണ്ടുവരാനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മോശപ്പെട്ട സ്വഭാവം ഏതാ വെച്ചാൽ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനല്ല ശ്രമിക്കേണ്ടതെന്നാണ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് അഭിപ്രായപ്പെടുന്നത്. ദർ ആർ വെറൈറ്റി ഓഫ് കോൺസിക്വൻസസ്, പല വിധത്തിലുള്ള കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് സോഷ്യൽ കോൺസിക്വൻസസ്, സോഷ്യൽ കോൺസിക്വൻസ് കൊണ്ടുവരുന്നുണ്ട്. സോഷ്യൽ കോൺസിക്വൻസ് എന്താ വരിക? പിയർ അപ്രൂവൽ ഓർ പ്രൈസ് ഫ്രം ദ ബോസ്, ബോസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നുള്ള അപ്രൂവൽ ഒക്കെ കിട്ടുക എന്നുള്ളത് ഒരു സോഷ്യൽ കോൺസിക്വൻസ് ആണ്. ഇൻട്രൻസിക് കോൺസിക്വൻസസ്, ഇൻട്രൻസിക് അല്ലെങ്കിൽ എക്സ്ട്രൻസിക് റിവാർഡ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇൻട്രൻസിക് കോൺസിക്വൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ദ എൻജോയ്മെൻറ്റ് ദ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം അക്കംപ്ലിഷിങ് ദ ചലഞ്ചിങ് ടാസ്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എൻജോയ്മെൻറ്റ്. ഓർ ടാഞ്ചിബിൾ കോൺസിക്വൻസസ്, ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അറിയാലോ, അപ്പോൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള കാണാനും അറിയാനൊക്കെ പറ്റുന്ന കോൺസിക്വൻസസ്. അതിലേതാ വരിക? ബോണസ് ഓർ മെറിറ്റ് റൈസസ് എന്നൊക്കെ വരുന്നത് ഇതിനകത്ത് വരും. അങ്ങനെയുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊണ്ടുവരാം. ദെൻ യൂസ് ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണം, അവരൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. എംപവർമെൻറ്റ് മീൻസ് ഗിവിങ് എംപ്ലോയീസ് ദ അതോറിറ്റി, ടൂൾസ് ആൻഡ് ഇൻഫോർമേഷൻ they need to do their jobs with a greater autonomy as well as self-confidence to perform new jobs effectively. എംപവർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അതോറിറ്റിയും ടൂൾസ് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ദേ നീഡ് ടു ഡു ദെയർ ജോബ്സ് വിത്ത് എ ഗ്രേറ്റർ ഓട്ടോണമി, പൂർണ്ണമായ അധികാരത്തോട് കൂടിയിട്ട് അവരുടെ ജോലി ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ദ സെൽഫ് കോൺഫിഡൻസ് ടു പെർഫോം ന്യൂ ജോബ്സ് ഇഫക്റ്റീവ്ലി, പുതിയ ജോലികൾ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസും അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ടൂൾസും ഇൻഫോർമേഷനും അതോറിറ്റി എല്ലാം കൈമാറുന്ന ഒരു രീതിയാണ് എംപവർമെൻ്റ് എന്ന് പറയുന്നത്. എംപവർമെൻറ്റ് ബൂസ്റ്റ് എംപ്ലോയീസ് ഫീലിംഗ് ഓഫ് സെൽഫ് എഫിക്കസി, ഈ സ്വയം കാര്യക്ഷമത എന്ന് പറയുന്ന എംപ്ലോയീസിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എംപവർമെൻറ്റ് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യും. ആൻഡ് എനേബിൾസ് ദം ടു യൂസ് ദെയർ പൊട്ടൻഷ്യൽ മോർ, അവരുടെ കഴിവ്, അവരുടെ പൊട്ടൻഷ്യൽ ഒന്നും കൂടെ നന്നായിട്ട് യൂസ് ചെയ്യുന്നതിന് അവരത് സഹായിക്കുകയും ചെയ്യും, എനേബിൾ ചെയ്യുകയും ചെയ്യും. Then with job redesign. Job design refers to the number and nature of activities in a particular job. Job design എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പർട്ടിക്കുലർ ജോബിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, നമ്പർ, അതിൻ്റെ രീതി, നേച്ചർ എന്തൊക്കെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ജോബ് ഡിസൈൻ. The main issue is whether job should be more specialized or more enriched and no routine. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ജോബെല്ലാം തന്നെ സ്പെഷ്യലൈസ്ഡ് തന്നെയാണോ, കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആണോ, മോർ എൻറിച്ച്ഡ് ആണോ, വേണ്ടത്ര സമ്പുഷ്ടമാണോ, നോ റൊട്ടീൻ, ഇങ്ങനെ ആവർത്തന വിരസത ഇല്ലാത്തതാണോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണോ ആവേണ്ടത്. അപ്പം അങ്ങനെ അല്ലാത്ത ജോബുകളെ സംബന്ധിച്ചിടത്തോളം അത് റീഡിസൈൻ ചെയ്യണം, ഒന്നുകൂടെ മാറ്റി പുതിയ രീതിയിലാക്കണം. So job redesign will boost the employees' performance and they will get job satisfaction. അപ്പോൾ അങ്ങനെയുള്ള ജോബുകൾ റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യിക്കും, അവർ കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ദേ വിൽ ഗെറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇറ്റ് ആക്ട് ആസ് എ മോട്ടിവേഷണൽ ഫാക്ടർ, അതൊരു മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. Then by goal setting methods, workers are strongly motivated to achieve goals if goals are set by them consciously. വർക്കേഴ്സ് അവർ തന്നെ അറിഞ്ഞുകൊണ്ട് അവർ തന്നെ ചേർന്ന് ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് അവർ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും. അത് നേടിയെടുക്കാൻ കുറച്ചും കൂടെ ഇഷ്ടം അവർക്കുണ്ടാവും. വർക്കേഴ്സ് ആർ സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ടു അച്ചീവ് ഗോൾസ്, ഗോൾ അച്ചീവ് ചെയ്യാൻ അവർ താല്പര്യം ഉണ്ടായിരിക്കും. ഇഫ് ഗോൾസ് ആർ സെറ്റ് ബൈ ദം കോൺഷ്യസ്ലി, അവർ തന്നെ അറിഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്ത ഗോൾസ് ആണെങ്കിൽ. സെറ്റിംഗ് ഗോൾസ് വിത്ത് എംപ്ലോയീസ് ക്യാൻ ബി എ വെരി ഇഫക്റ്റീവ് വേ ഓഫ് മോട്ടിവേറ്റിംഗ് ദം. എംപ്ലോയീസിൻ്റെ കൂടെ ചേർന്ന് ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയാണ്. സെറ്റിംഗ് ഗോൾസ് വിത്ത് എംപ്ലോയീസ് ക്യാൻ ബി എ വെരി ഇഫക്റ്റീവ് വേ ഓഫ് മോട്ടിവേറ്റിംഗ് ദം. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളൊരു ഇഫക്റ്റീവ് വേ ആണ്. ഗോൾ ഷുഡ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. ഗോൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിൻ്റെ വെരിഫയബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വെരിഫൈ ചെയ്യാൻ പറ്റണം. ചലഞ്ചിങ് ബട്ട് റിയലിസ്റ്റിക് ആയിരിക്കണം. ചലഞ്ചിങ് ആയിട്ടുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ ഒട്ടും നടപ്പിലാക്കാൻ പറ്റാത്ത അത്രയും മാമ്പാളി, റിയലിസ്റ്റിക് ആയിരിക്കണം. ആൻഡ് സെറ്റ് വിത്ത് പാർട്ടിസിപ്പേഷൻ, അവരുടെ പാർട്ടിസിപ്പേഷനോടുകൂടി എംപ്ലോയീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ അവർ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും, അത് അവരെ മോട്ടിവേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പറഞ്ഞു, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എസ് ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ ആയിട്ട് വരുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.